ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള ഒരു ബീഫ് കട്ട്ലേറ്റ് ആണ്. നമുക്കിതിന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് ചിക്കൻ എടുക്കാം. ചിക്കൻ നിങ്ങൾക്ക് ബോൺലെസ് എടുക്കാം, ബോൺസ് ഉള്ളത് എടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഒപ്പം ഉരുളൻകിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞത് കുക്കറിലെടുക്കുക. അതിൻ്റെ കൂടെ കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ, വെള്ളം ഇത്രയും ചേർത്തിട്ട് വേവിക്കുക. അപ്പോൾ ഈ ചിക്കൻ ആണെങ്കിലും ഉരുളൻകിഴങ്ങാണെങ്കിലും പെട്ടെന്ന് വെവുന്ന കാരണം ഒറ്റ വിസിൽ മതിയായിരിക്കും. അപ്പോൾ ഒറ്റ വിസിൽ കൊണ്ട് ഇത് രണ്ടും വേവിച്ചെടുക്കുക കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് കട്ട്ലേറ്റിന് വേണ്ട മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഓയിൽ എടുക്കുക. ഓയിലിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില ഇത്രയും ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്നതിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമണം പോകുന്ന വരെ ഒരു നല്ലൊരു ഫ്ലേവർ വരും. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ നല്ലൊരു ഫ്ലേവർ വരും. അതുവരെ നന്നായിട്ടിത് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് വേണമെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്യുക. സവാള ആഡ് ചെയ്തിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്യുക. ഒരുപാട് മുരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നന്നായി സവാള വാടണം, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മുരിഞ്ഞു പോകരുത്. ഇനി സവാള പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ജലാംശം വലിച്ചെടുക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സവാള വാടിക്കിട്ടും. സവാള നന്നായിട്ട് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചേർക്കേണ്ടത് ചിക്കൻ മസാലയാണ്. അത് കഴിഞ്ഞാൽ കുരുമുളക് പൊടി. ഇത് രണ്ടും ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർക്കാം, അല്ലെങ്കിൽ കുരുമുളക് പൊടിക്ക് പകരം നമുക്ക് ചുമന്ന മുളക് പൊടി ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എനിക്ക് കുരുമുളക് പൊടിയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തു കേട്ടോ. ഇനി ചിക്കൻ മസാല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ആഡ് ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. ഇനി ചിലർ ഈ ഒരു സ്റ്റേജിൽ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നവരുണ്ട്. എനിക്ക് മല്ലിയുടെ കുത്ത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു കയ്പ്പ് വരുന്ന കാരണം ഞാനത് ചേർക്കുന്നില്ല കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ വേവിച്ചിട്ടുള്ള ചിക്കൻ ഇല്ലേ, അതിൻ്റെ എല്ലെല്ലാം മാറ്റി അതിൻ്റെ മാംസം മാത്രം എടുത്ത് മിക്സിയിൽ വെച്ച് അടിച്ച് ഇപ്പോൾ ഈ കാണുന്ന പോലെ ക്രഷ് ചെയ്തിട്ട് എടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മുടെ മസാലയിലോട്ട് ഈ ക്രഷ് ചെയ്തിട്ടുള്ള ചിക്കൻ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോകരുത് കേട്ടോ മാംസം. ഇപ്പം ഞാൻ ഈ കാണുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഈ മസാലയും ഈ ചിക്കനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ട് നമുക്കിത് മിക്സിങ് ചെയ്യാം, എങ്ങനെയായാലും കുഴപ്പമില്ല. ഈ സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് കൂടുതലോ കുറവോ തോന്നുവാണെങ്കിൽ പാകത്തിന് നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവ് തോന്നിയേ, അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് എരിവും എനിക്ക് കുറവ് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ പാകത്തിനുള്ള മുളകും ഉപ്പും നോക്കിയിട്ട് ആവശ്യാനുസരണം നമുക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഉപ്പും കുറച്ച് കുരുമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുവാണേ. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഉരുളൻകിഴങ്ങാണ്. വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങ് നന്നായിട്ട് ഉടച്ചിട്ട് ഇതിനകത്തോട്ട് ചേർക്കുവാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉടയ്ക്കാം, വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഉടയ്ക്കാം, അല്ലെങ്കിൽ കൈയും കൊണ്ട് ഉടയ്ക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. മിക്സിയിൽ വെച്ച് ചെയ്യാതിരിക്കണമായിരിക്കും നന്നാവുക, അതൊരുപാട് കുഴമ്പ് പോലെ ആയി പോവും. അപ്പോൾ നമുക്ക് ഈ കട്ട്ലേറ്റ് ഷേപ്പ് ആക്കുന്ന സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൈ വെച്ചിട്ട് ഉടയ്ക്കുന്നതായിരിക്കും നന്നാവുക കേട്ടോ. ഞാനിവിടെ കൈ വെച്ചിട്ടാണ് ഉടച്ചത്. കൈ വെച്ച് ഉടച്ചു. അത് ഈ ചിക്കൻ്റെ ഈ മിക്സിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തേ. ഇനി മിക്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഇത് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. ചൂടാറിയതിന് ശേഷം നമ്മളിത് കൈ വെച്ച് നന്നായിട്ട് കുഴയ്ക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കണം. പക്ഷേ ചപ്പാത്തി കുഴയ്ക്കുന്ന അത്രയും നന്നായിട്ട് കുഴയ്ക്കേണ്ട. ഇത് ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യുക, കുഴച്ച് എല്ലായിടത്തേക്കും ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതൊരു നല്ലൊരു കൺസിസ്റ്റൻസി ആക്കുന്ന വരെ ഇങ്ങനെ ഒരു ബോൾ പോലെ ഉരുട്ടി വയ്ക്കുക. അതിന് ഈ ബോൾ പോലെ ഉരുട്ടിയതിന് ശേഷം
ചെറിയ ചെറിയ ഒരു എമൗണ്ട് മാത്രം കയ്യിലെടുത്ത് കൈ ഉപയോഗിച്ച് ഇത് നമുക്ക് കട്ട്ലേറ്റിന് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ നമ്മളത് പരത്തിയെടുക്കുക. ഇപ്പോൾ വിപണിയിൽ പലതരത്തിലുള്ള കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ഉണ്ടാക്കുന്ന അച്ചൊക്കെ കിട്ടാനുണ്ട്. പക്ഷെ ഞാനതൊന്നല്ല ഉപയോഗിക്കുന്നത്. ഞാൻ സിമ്പിളായിട്ട് കൈയും വെച്ചിട്ടാണ് അത് ഒരു സർക്കിൾ ഷേപ്പിൽ ഇത് ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇത് എല്ലാ കട്ട്ലേറ്റും ഞാനിവിടെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഷേപ്പാക്കിയിട്ടുള്ള കട്ട്ലേറ്റ് എഗ്ഗിൽ ബീറ്റ് ചെയ്തിട്ടുള്ള എഗ്ഗിൽ ഡിപ്പ് ചെയ്യലാണ്. അതിനുശേഷം ഇത് നമ്മൾ റസ്ക് പൊടിയിലൊന്ന് മിക്സ് ചെയ്യും. അപ്പോൾ ഈ റസ്ക് പൊടിയിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു അപ്പിയറൻസും ടേസ്റ്റും കിട്ടും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ റസ്കിൽ മുക്കുന്ന സ്റ്റേജ് ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പക്ഷെ ഞാനിവിടെ റസ്കിൽ മുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു കാണാനൊരു ഭംഗിയാണ്, പിന്നെ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനിതിവിടെ റസ്കിൽ മുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഞാൻ എല്ലാ കട്ട്ലേറ്റും എഗ്ഗിലും റസ്കിലും ഡിപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് ഒരു പ്ലേറ്റിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് വറുത്ത് കോരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ കോക്കനട്ട് ഓയിലോ എന്ത് വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ പാം ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ കട്ട്ലേറ്റ് എണ്ണയിലോട്ട് ഇടാൻ പാടുള്ളൂ. നല്ലോണം ചൂടാവണം. ചൂടാവാതെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട്ലേറ്റ് പൊട്ടിപ്പോകും. അപ്പോൾ ഒരിക്കലും എണ്ണ ചൂടാവാതെ കട്ട്ലേറ്റ് ഇടാൻ പാടില്ല. ഇൻ ബിറ്റ്വീൻ നമ്മൾ തിരി ചെറുതാക്കാനും പാടില്ല. പിന്നെ ഓൾറെഡി ചിക്കനും അതിനകത്തുള്ള ചിക്കനും ഉരുളൻകിഴങ്ങും മറ്റു സവാളയും കാര്യങ്ങളൊക്കെ ഓൾറെഡി വെന്ത കാരണം ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ ഒരുപാട് നേരം ഡീപ്പായിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് എണ്ണയിൽ വയ്ക്കുക. ഒരു 1 to 2 minutes, അത്രയും വേണ്ട, ഒരു മിനിറ്റൊക്കെ മതിയായിരിക്കും. ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതെന്ത് ചെയ്യാം, കോരിയെടുക്കാം കേട്ടോ. രണ്ട് ഭാഗവും മറിച്ചിട്ടതിന് ശേഷം കോരിയെടുക്കാം. ഒരുപാട് നേരം കുക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തീ കുറയ്ക്കരുത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കണം കേട്ടോ. നമ്മുടെ കട്ട്ലേറ്റ് നന്നായിട്ട് മൊരിഞ്ഞു വന്നു. ദേ ഈ ഒരു പാകമായപ്പോൾ ഞാനത് കോരിയെടുത്തു കേട്ടോ. അപ്പോൾ എല്ലാ കട്ട്ലേറ്റും ഞാൻ കോരിയെടുത്തൊരു പ്ലേറ്റിലോട്ട് മാറ്റി. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര ടേസ്റ്റിയാണ്, ഒപ്പം തന്നെ ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നേക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.